പി ആർ സുനിൽ, കാന്തപുരത്തിന്റെ ഇടപെടൽ, ഷെയ്ഖ് ഹബീബ് ഉമറുമായിട്ടുള്ള ചർച്ച അത് ഗുണം ചെയ്തു എന്നാണോ നമുക്കിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, തീർച്ചയായും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചിരുന്നു അനൌദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നയതന്ത്ര തലത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി നടത്തിയ ആശയവിനിമയത്തിൽ മനസ്സിലായത് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ വധശിക്ഷ തടയുന്നതിനായി നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ആ നീക്കങ്ങളെല്ലാം ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇതിൽ നിർണായകമായത് തീർച്ചയായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾ തന്നെയാണ്. ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. കുടുംബം ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി മാപ്പ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. കൂടുതൽ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു ചർച്ചയിൽ യമനിലെ സുപ്രീം കോടതിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഭരണകൂടത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ചർച്ചയിലേക്ക് ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൊല്ലപ്പെട്ട യമൻ പൌരന്റെ സഹോദരനെ കൂടി കൊണ്ടുവരാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതുവരെ ആ തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ആ രീതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്നലെയും ഇന്നുമായി, ഇന്നലെ ഏതാണ്ട് രാത്രി വൈകിയും ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് ഇന്ന് രാവിലെ ചർച്ചകൾ ആരംഭിച്ചത്. ഏതായാലും ആ ചർച്ചയിൽ ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് ഈ ചർച്ചകൾ എത്തിയിരിക്കുന്നു. ഏതായാലും ആ തീരുമാനത്തിന് യമൻ ഭരണകൂടം അംഗീകാരം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം അവിടുത്തെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞോ? ആ കൂടിക്കാഴ്ച സംഭവിച്ചോ? സ്മൃതി, ഏതായാലും ഇത്തരത്തിലുള്ള തീർച്ചയായും അത്തരം കൂടിക്കാഴ്ചകൾ നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും പല തലങ്ങളിലായുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കുടുംബം എടുക്കുന്ന നിലപാട് തന്നെയായിരുന്നു. ഏതായാലും കുടുംബം അനുകൂല നിലപാട് എടുക്കുന്നതോടുകൂടി മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ സുഗമമായി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കുടുംബം ദയാധനം സ്വീകരിക്കുകയും ഒപ്പം തന്നെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാവുകയും ചെയ്താൽ വധശിക്ഷ മരവിപ്പിക്കാൻ സാധിക്കും. ഏതായാലും ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ സൂചന അനുസരിച്ച് 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയില്ല, അത് നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ സൂചന നൽകിയിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ കേന്ദ്ര സർക്കാരും നടത്തിവരികയാണ്. യമനുമായി നയതന്ത്ര ബന്ധം നേരിട്ട് കേന്ദ്ര സർക്കാരിന് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഇടപെടലാണ് പ്രധാനമായും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും നടത്തിയത്. അങ്ങനെ പല തലങ്ങളിലായി നടന്ന ചർച്ചകൾ, പല തലങ്ങളിലായി നടന്നിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ യമനുമേൽ വലിയ സമ്മർദ്ദമായി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെയെല്ലാം വെളിച്ചത്തിലാണ് തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം, ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഒക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. എന്തൊക്കെ വർഷമായി നടക്കുന്ന ശ്രമങ്ങളാണ് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി തന്റെ അവസാന കാലത്ത് അദ്ദേഹം രോഗാവസ്ഥയിലുള്ളപ്പോൾ തന്നെ ഫോണിൽ സംസാരിച്ചടക്കമുള്ള വീഡിയോകൾ ഇപ്പോൾ കാണാം. അന്ന് മുതൽ തുടങ്ങിയ ഇടപെടലാണ്. അതിനുശേഷം ചാണ്ടി ഉമ്മനും ഇതിൽ നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ, ഗവർണറുടെ ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, ഇപ്പോൾ കാന്തപുരം നടത്തിയിരിക്കുന്ന ഇടപെടൽ കൂടിയാണ് ഇപ്പോൾ അവിടെ ഫലം ചെയ്തിരിക്കുന്നത്. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടൽ ഇതിൽ നിർണായകമാകുന്നു. കാരണം ഈ കുടുംബം ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല, ചർച്ചകൾക്കും തയ്യാറായിരുന്നില്ല. പക്ഷേ തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ അവിടുത്തെ മതപണ്ഡിതന് സാധിച്ചിരിക്കുന്നു. മതപണ്ഡിതനിലേക്ക് എത്തുന്നത് കാന്തപുരം വഴിയാണ്. കാന്തപുരവുമായി അടുത്ത സൗഹൃദമുള്ള ഷെയ്ഖ് ഹബീബ് മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം കേരളത്തിൽ എത്തുക വരെ ചെയ്തിരുന്നു. അങ്ങനെ ബന്ധമുള്ള ഷെയ്ഖ് ഹബീബിന്റെ ഇടപെടൽ ഇതിൽ പ്രധാനമാകുന്നു. വ്യവസായ പ്രമുഖൻ ഇടപെടലടക്കം ഇതിൽ പ്രധാനമായിട്ടുണ്ട്. MA യൂസഫ് അലി, അദ്ദേഹവും ഒരു വശത്തു കൂടി ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തലാലിന്റെ കുടുംബത്തെ ഇതിലേക്ക് അനുനയിപ്പിച്ചത് ദിയാധനം വാങ്ങിക്കൊണ്ട് വധശിക്ഷ മരവിപ്പിക്കുക, പ്രായശ്ചിത്തം ഒരു നടപടിയാണല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ കാന്തപുരം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഉള്ള ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ആ ചർച്ചയാണ് ഇപ്പോൾ ഫലം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുടുംബം ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സുനിൽ, ഇപ്പോൾ ഈ ദിയാധനം അതെത്രയാകും എന്നതിലും ആണ് ഇനി അടുത്ത ചർച്ച. ദിയാധനം സംബന്ധിച്ച് ഇവിടെ ഒരു സംഘം തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ ഒത്തുചേർന്നിരുന്നു. അവരുടെ ഇടപെടൽ, ദിയാധനം സംബന്ധിച്ചുള്ള സഹായം, നാട്ടുകാരുടെ ഒക്കെ ശ്രമഫലം അതിലുണ്ടാകും, അതിന്റെ പിന്തുണയുണ്ടാകും. ആ രൂപത്തിലുള്ള ദിയാധനം നൽകാനാണോ ആലോചിക്കുന്നത്?